പേളി മണി, നിങ്ങൾ ആരെയാണ് ഈ ഭയപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് ഈ പേടിക്കുന്നത്? ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ സോ കോൾഡ് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന്റെ ഒരു സ്റ്റോറീസും പോസ്റ്റും കാണാനിടയുണ്ടായി. ഞാൻ കുറെ അധികം കാലമായിട്ട് ഫോളോ ചെയ്യുന്നതും ഒരാളായിരുന്നു ഈ വ്യക്തി. പക്ഷേ ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന കറന്റ് സിറ്റുവേഷനെ പറ്റിയിട്ട് കുറെ കാലത്തിന് ശേഷം താങ്കളുടെ സൈലൻസ് ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആളൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതാണ് ഈ പോസ്റ്റ്. ഞാൻ മറ്റാരെയും പറ്റിയല്ല പറയുന്നത്, ദ സോ കോൾഡ് കോണ്ടന്റ് ക്രിയേറ്റർ പേളി മാണി. ഇതിനു മുമ്പും ഞാൻ കേട്ടിട്ടുണ്ട്, ആൾക്കെതിരെ ആരെന്ത് വിമർശനം നടത്തിയാലും അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത, ക്രിറ്റിസിസം ഒട്ടും എടുക്കാൻ പറ്റാത്ത, താങ്കൾക്കെതിരെ എന്ത് പോസ്റ്റും സ്റ്റോറീസും വന്നാൽ അവരൊക്കെ ബ്ലോക്ക് ചെയ്ത് അതെല്ലാം റിപ്പോർട്ട് അടിച്ച് കളയുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ അതൊന്നും അങ്ങനെ കാര്യമാക്കിയിരുന്നില്ല അൺടിൽ ഇതെനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട്. ഇന്നലെ വരെ താങ്കൾ ഫോളോ ചെയ്തിരുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന കറന്റ് സിറ്റുവേഷനെ പറ്റി ഇന്നലെ സ്റ്റോറിയിലൂടെയും പോസ്റ്റിലൂടെയും താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ അത് ഒട്ടും എന്നെ പോലുള്ള ഭൂരിഭാഗം ആൾക്കും ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്തൊരു കാര്യമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ അടിയിൽ എന്റെ പേഴ്സണൽ വ്യക്തിപരമായ കമന്റ് ചെയ്യുകയും അതേ പെർട്ടിക്കുലർ പോസ്റ്റിനെതിരെ എന്റെ അഭിപ്രായം രേഖപ്പെടുത്തി ഞാൻ എന്റെ അക്കൗണ്ടിൽ അതൊരു സ്റ്റോറിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ആ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇപ്പൊ കാണുന്നില്ല. ഞാൻ എന്റെ അക്കൗണ്ടിൽ താങ്കൾക്കെതിരെ ഇട്ടിട്ടുള്ള ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്റെ പോലും അനുവാദമില്ലാതെ ഇൻസ്റ്റാഗ്രാം റിമൂവ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ 10% പോലും ഫോളോവേഴ്സ് ഇല്ലാത്ത എന്നെ പോലുള്ള വ്യക്തികൾ നിങ്ങൾക്കെതിരെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസും പോസ്റ്റും ഒക്കെ ചെയ്യുമ്പോൾ അതിനെന്തിനാണ് നിങ്ങൾ ഭയക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്ര നിലപാടും നട്ടലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇതുപോലുള്ള വീഡിയോസും നിങ്ങൾക്കെതിരെ വരുന്ന സ്റ്റേറ്റ്മെന്റും അഭിപ്രായങ്ങളും നിങ്ങൾ റിപ്പോർട്ട് അടിച്ച് കളയുന്നത്? അതില്ല, നിങ്ങൾക്ക് ആ നിലപാടും നട്ടിലും ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നിങ്ങൾ ഇന്നലെ പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാമിൽ ആ പോസ്റ്റിൽ നിങ്ങൾ മുക്കിയ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം. ഇത് നിങ്ങൾ എന്തിനാണ് മുക്കിയത്? സോ ഇൻസ്റ്റാഗ്രാം പോലുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്ന് സ്റ്റേറ്റ്മെന്റ്സ് വ്യക്തമാക്കുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കാനും അതിനെതിരെ വരുന്ന ക്രിറ്റിസിസം അംഗീകരിക്കാനും പഠിക്കണം. അല്ലാതെ നിങ്ങൾക്കെതിരെ വരുന്ന ഓരോ ആളുകളെയും വെട്ടിവീഴ്ത്തി അവരുടെ പേജ് റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക് ചെയ്ത് സസ്പെൻഡ് ചെയ്ത് ഇതൊന്നല്ല ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചില്ല. എനിവേ, ഷെയിം ഓൺ യു പേളി മാണി, ഷെയിം ഓൺ യു.